എല്ലാ ദൈവമക്കളും സന്തോഷത്തോടുകൂടെ ഒരു അലിയോടെ പറയാമോ? ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവം നമുക്ക് ഒരിക്കലിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത. അടുത്ത മാസം 7 മുതൽ 11 വരെ കൊട്ടാരക്കര നമ്മുടെ കൺവെൻഷൻ നടക്കുകയാണ്. Next month 7-11 our Kottarakara convention will be held. എല്ലാ ദൈവമക്കളെയും അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. We invite you all to that meeting. ഈ വലിയ സംഭവങ്ങളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We are leading a life in an eventful world. എവിടെ നോക്കിയാലും സമാധാനം സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് ജനങ്ങൾ മുൻപോട്ട് പോകുന്നത്. Wherever we focus our attention, we understand people move forward without any peace and repose. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അങ്ങനെ പല വിധത്തിൽ കൂടെയും സമാധാനമില്ലാതെ എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നു. Many families pass through in the midst of agonies, wars, rumors of wars, such disaster events to take place everywhere. നിരവധിയായ നിരാശരായ ജനങ്ങൾ, എത്രയോ ജനങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. There are many people who are frustrated in the current world. സമാധാനമില്ലാതെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. Without any peace, man commits suicide. എവിടെ സമാധാനം ലഭിക്കും എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ മനുഷ്യൻ ഇന്ന് ലോകത്തിന്റെ മുഖങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Man is moving under the influence of the world. He is seeking peace and he is moving forward for the same. അതിനിടയിൽ നമുക്ക് ദൈവത്തെ അറിയുവാൻ, ദൈവമാർഗം സ്വീകരിക്കുവാൻ, ദൈവത്തിന്റെ വഴിയെ തിരഞ്ഞെടുക്കുവാൻ, കർത്താവിനെ ഉയർത്തി കാണിപ്പാൻ കൃപ നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. In between, the Lord has given us the opportunity to know God, to seek God, to understand God, to choose the ways of God. The Lord has given us the opportunity for which once again I thank Him. ദൈവത്തിന് മഹത്വം. Glory be to God. കഴിഞ്ഞ ചില മാസങ്ങൾ ഞാൻ ശാരീരികമായി വളരെ കഷ്ടത്തിലായിരുന്നു എങ്കിലും വിശുദ്ധന്മാരുടെ നടത്തിപ്രകാരം ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. For the past few months I have been physically fragile. However, by the leading of the leaders, I am standing in the presence of God right now. തുടക്കം മുതൽ അവസാന നിമിഷം വരെയും കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. From the very beginning till the end of the session, may the marvelous presence of God guide us. ഒരു വേദവാക്യം വായിച്ച് അത്ഭുതകാര്യം ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to read a portion of scripture and highlight a few things therefrom. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. 31-ാം സങ്കീർത്തനം അതിന്റെ 19-20 വാക്യം നമുക്ക് വായിക്കാം. Let's move on to Psalm 31 verses 19 and 20. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയും നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഭക്തന്മാർക്ക് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയും പ്രവർത്തിച്ചതുമായ നന്മ എത്ര വലിയതാണ്. How great is the goodness the Lord has done for the godly and the people who trust in Him. ദൈവത്തിന് മഹത്വം. Glory be to God. അവിടെ പ്രധാനമായിട്ട് 4 കാര്യം കാണുന്നതായി വായിച്ചു. In this passage we come across 4 important things. അവന് വിടുവിക്കുന്നു, He is a deliverer. മറയ്ക്കുന്നു, The Lord hides. രക്ഷിക്കുന്നു, The Lord saves. ഒളിപ്പിക്കുന്നു. The Lord hides. 2024 പ്രാരംഭ കൺവെൻഷനാണ് ട്രിവാൻഡ്രം കൺവെൻഷൻ. Trivandrum Convention is the first one in the year 2024. ഈ 2024 തുടക്കം മുതൽ ഇനി എത്ര കാലഘട്ടം ജീവിക്കണമോ അത്രയും കാലഘട്ടം ജീവിപ്പാൻ ഉള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം കൂടെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. In this year 2024, how long are we have to subsist in this world? We need to have the promises of God. All the required promises are mentioned here, which we have just read now. ഇവിടെ ഇപ്പോൾ നമ്മൾ കേട്ട സാക്ഷി പോലെ, like the testimony which has been narrated here. ഇവിടെ ഇരിക്കുന്ന അനേകർ പാപത്തിന്റെ അന്ധകാരത്തിന്റെ കൂരിട്ടിലായിരുന്നു, അഥവാ മിസ്രൈമിന് അടിമയായിരുന്നു. Many people of this congregation, they were in the darkness of the influence of sin. In other words, they were under the captivity of Pharaoh. അവിടെ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചല്ലോ. The Lord is delivered us therefrom. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. He is the God of deliverance. 2023 In 2023, കോവിഡ് മറ്റു പലവിധ വ്യാധികളാൽ എത്രയോ ജനങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു.
Due to COVID, pandemic, other kinds of maladies, many people were mopped away from the face of the earth. എന്നാൽ ദൈവമക്കൾക്ക് അനേകർക്ക് അങ്ങനെയുള്ള വ്യാധികളും രോഗങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും However, all the many people of God had been afflicted with such maladies. അതിനൊക്കെ ദൈവം വിടുവിക്കുകയുണ്ടായി. The Lord delivered us from everything. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ വിടുവിച്ച ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. Let us offer honor to the Lord who has delivered us. ഒന്നാമതായിട്ട് ആ വിടുവിച്ച ദൈവത്തെ ദൈവം മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബലത്തോട് സൗഖ്യത്തോട് ആരോഗ്യത്തോടെ ദൈവത്തിൻ്റെ കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നൂറുകണക്കിന് ജനങ്ങൾ അതിന് സാക്ഷിയാണ്. Hundreds of people witnessed the same. പറവോന്റെ അടിമത്തിൽ നിന്ന് അഥവാ പാപത്തിന്റെ അന്ധകാര ശക്തിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. The Lord has delivered us from the captivity of the Pharaoh, and otherwise from the influence of the power of darkness. തന്നെ ഭക്തന്മാർക്ക് വേണ്ടിയും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ദൈവമക്കളെ വിടുവിക്കുന്ന കരം. Beloved people of God, the hand of deliverance is something that is appointed for the people who trust in the Lord and fear Him. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഒരു കാലത്ത് നമ്മുടെ ശത്രുവിന്റെ അടിമത്തത്തിലായിരുന്നു, ആ പോരാട്ടത്തിലായിരുന്നു. In the time past, we were under the captivity of the enemy. We were under his power and battle. എന്നാൽ ആ ശത്രുവിന്റെ പോരാട്ടത്തിൽ നിന്ന് വൈരിയുടെ കയ്യിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുകയുണ്ടായി. However, from the battle of the enemy, from the hands of the foe, the Lord has delivered us. ജോബിന്റെ പുസ്തകം 6-ാം വാക്യം വായിക്കുമ്പോൾ, As we turn the book of Job, chapter 6, verse 26. വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പിൻ. വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കും. He shall deliver me from the hands of an enemy. നിശ്ചയമായും ദൈവമക്കളെ, ജോബിന് അങ്ങനെ പറയുവാൻ കഴിയുമെങ്കിൽ എത്രയോ പോരാട്ടങ്ങളും വൈരികളും ശത്രുക്കളും ഒക്കെയും ജോബിന് ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിച്ച് അവൻ ഏറ്റവും ഒടുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ശത്രുവിൻ്റെ മുൻപിൽ മേശ ഒരുക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. In the life of Job, he had to encounter different kinds of enemies, adverse situations, challenges and temptations. Now he is able to proclaim, the Lord is able to deliver me. If that being so, our Lord is able to deliver us from the hands of the enemy. He is able to prepare a table before our enemies. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കട്ടെ. May the Lord deliver us from the hand of the enemy. ലൂക്കോസ് 1:70 വാക്യം വായിക്കുമ്പോൾ, Coming to Luke's Gospel, chapter 1, verse 70. ലൂക്കോസ് 1:70. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമ്മെ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്ന്, from the hand of the ones who hate us, ശത്രുക്കളുടെ കയ്യിൽ നിന്ന്, from the hands of the enemies, ശത്രുമായ പിശാചിന്റെ കയ്യിൽ നിന്ന്, from the hands of the enemy who is the devil. നമ്മെ രക്ഷിക്കുന്നവൻ വിടുവിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. Ours is a God who is able to deliver us and save us. 1 Corinthians 15:25 വാക്യത്തിൽ വായിക്കുമ്പോൾ, as we turn to 1 Corinthians chapter 15, verse number 25. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ദൈവമക്കളെ, ഒന്നല്ല, ദൈവമക്കൾ ദൈവത്തെ പിൻഗമിച്ച് ദൈവീയമായ പ്രമാണത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ അന്ന് തുടങ്ങും ശത്രുവിന്റെ പോരാട്ടം. Beloved people of God, when we accept the Lord, when we make up our mind to follow the ways and footsteps of the Lord, in that moment starts the work of the enemy. ഒന്നല്ല, it is not simply one. അനവധി ശത്രുക്കൾ, plenty of enemies, അനവധി പോരാട്ടങ്ങൾ, innumerable temptations, അനവധി എതിർപ്പുകൾ, countless resistance, ഒന്ന് മാറി അനർത്ഥങ്ങൾ, കഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. plethora of challenges follow chain after chain. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു? Why such things are happening upon me? ദൈവം നിന്നെ വിളിച്ചെങ്കിൽ നിശ്ചയമായും അവസാനം വരെയും സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. The Lord is called you, indeed he is able to preserve you till the very end. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ ശത്രുക്കളെ കയ്യിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? To be delivered from the hands of the enemy,
On our part, what must we do? നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന്റെ ഹിതത്തിനായി സമർപ്പിക്കണം. We have to absolutely surrender to the will of God. 22-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Psalm 22, verse number 8. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. അവനിൽ പ്രസാദമുണ്ടല്ലോ. നിന്നെ തന്നെ പൂർണ്ണമായും ദൈവഹിതത്തിനായി സമർപ്പിക്കാം, അവൻ നിന്നെ രക്ഷിക്കട്ടെ, അവൻ നിന്നെ വിടുവിക്കട്ടെ. If you surrender yourself to the hands of God altogether, the Lord is able to save you. The Lord is able to deliver you. ദൈവത്തിന് മഹത്വം. Glory be to God. ദുഷ്ടതയിലും പാപത്തിലും പാപത്തിന്റെ അന്ധകാരത്തിൽ കൂടെ ജീവിക്കുന്ന മനുഷ്യനെ വിടുവിക്കാൻ ആരും ഉണ്ടാകുകയില്ല. The man who is moving forward in the whirlpool of sin, wickedness and darkness, there's no mortal being who is able to deliver him. ദുഷ്ടനെ ഒരിക്കലും വിടുവിക്കുകയില്ല. Wickedness cannot rescue wicked. നീ ഒരു ഭക്തനാണോ? Are you godly? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ? Are you a person trusting in the Lord? അവിടുന്ന് വിടുവിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. If that being so, the Lord is able to deliver you. സഭാപ്രസംഗി 8 വായിക്കുമ്പോൾ Ecclesiastes chapter 8, the 8th verse. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ ആ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല, യുദ്ധത്തിൽ സേവാ വിമോചനവുമില്ല, ദുഷ്ടത ദുഷ്ടന്മാരെ വിടുവിക്കുകയുമില്ല. ദുഷ്ടന്മാരെ വിടുവിക്കത്തില്ല. Wickedness will not deliver wickedness. ദുഷ്ടന്മാരെ വിടുവിക്കത്തില്ല. Wickedness will not deliver the wicked. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്, ഏതെങ്കിലും തെറ്റായ സ്വഭാവങ്ങൾ, തെറ്റായ വഴികൾ, ദുഷ്ടതയുടെ ആധിക്യം ഉണ്ടെങ്കിൽ അതൊക്കെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ വേണ്ടിയാണ് ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നത്. If there is any indisciplined, unruly, untoward life in your life, under the power of the darkness and the wicked, the word of God is preached unto you to confess the same and find deliverance therefrom. ദുഷ്ടതയിൽ കൂടെ പാപത്തിൽ കൂടെ ജീവിക്കുന്ന മനുഷ്യന് ദൈവമക്കളെ വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. The man who is moving through wickedness and evil, there's nobody who is able to deliver him. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതുകൊണ്ട് ഏതെങ്കിലും ദുഷ്ട സ്വഭാവങ്ങൾ, പാപ സ്വഭാവങ്ങൾ, പാപത്തിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ അകറ്റുക, അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഒരു പുതിയ ജീവിതം ചെയ്യുവാൻ ഈ 2024 പ്രാരംഭ കൺവെൻഷനിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. Therefore, if there is any wickedness, any vicious evil nature in you, any power, influence of darkness in you, make up your mind to confess the same, find deliverance. Therefore, this is the first convention of the year. The Lord gives you an opportunity for the same. ദൈവത്തിന്റെ കരം അത്ഭുതത്തിന്റെ കരമാണ്. The hand of God is a marvelous one. നിന്നെ വീണ്ടെടുക്കുന്ന കരം ബലമുള്ള കരമാണ്. The hand of deliverance is a powerful one. ആ കരത്തിൽ നിന്ന് പിടിച്ചു വലിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. No power in the sun is able to snatch it away from the hand of God. അതുകൊണ്ടാണ് യെശയ്യാവ് 50-ന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, Wherefore coming to Isaiah chapter 50, the 2nd verse. ദൈവം വീണ്ടെടുക്കുന്നവനാണ്. God is a redeemer. നിന്നെ എന്നെയും വീണ്ടെടുക്കുവാൻ കർത്താവിന് ഇഷ്ടമെങ്കിൽ അതിനെ അകറ്റുവാൻ പിടിച്ചു വലിപ്പാൻ ഒരു ശക്തിക്കും കഴിയില്ല. The Lord is willing to deliver you and me. No power is able to spare the same. വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? എന്റെ കൈ വാസ്തവമായി കുറുകിയിട്ടുണ്ടോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ദൈവത്തിന് മഹത്വം. Glory be to God. വിടുവിപ്പാൻ ദൈവത്തിന് ശക്തിയുണ്ട്. God is able to deliver us. എന്നെയും നിങ്ങളെയും കർത്താവ് വിടുവിച്ചുവെങ്കിൽ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ അനുഭവം പ്രാപിക്കാത്തതുണ്ടെങ്കിൽ, നിന്റെ ഏത് പാപമായാലും ഏത് പാപം കടിച്ചുമപ്പായിരുന്നാലും അതിനെ ഗിമമ്പോട് വെളുപ്പിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. The Lord is our deliverer. The Lord is able to deliver us. If you have any kind of sin, power of darkness in your life, your sin is able to be transformed as white as snow. Even though that is as red as scarlet, the Lord is able to make as white as wool. ദൈവത്തിന്റെ കരം
ശക്തിയുടെ കരമാണ്. The hand of God is that of power. അത് ബലത്തിന്റെ കരമാണ്. It's a hand of strength. നിന്നെ പിടിച്ച് ഉയർത്തുന്ന കരമാണ്. It's a hand that is able to hold you and lift you up. നിന്നെ താങ്ങുന്ന കരമാണ്. It's able to uphold you. നിന്നെ സൂക്ഷിക്കുന്ന കരമാണ്. It's able to protect you. 2024 In the year 2024, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. it's a promise of God. അവസാനം വരെയും എത്ര കാലഘട്ടം ഈ 2024 നിനക്ക് ശേഷിക്കുന്നുവോ അത്രയും നാള് നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കുന്നു വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? What is the remaining time? What are remaining days in the year 2024? Throughout the hand of God is favorable to me. It is able to deliver me, protect me and keep me. How many can believe this? ദൈവത്തിന് മഹത്വം. Glory be to God. എത്ര പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അനേകരുടെ കരം കൈ ഉയർത്താൻ പറയാതെ തന്നെ ഉയർത്തി കഴിഞ്ഞു. When I asked this question, voluntarily hundreds of hands got lifted up. ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ നമുക്ക് വിശ്വസിക്കാം. Let us believe the promise of God. ദൈവമേ എന്നെ സഹായിക്കണമേ. Cry, oh Lord, help me. ഈ 2020 കഴിഞ്ഞ 2023 പലവിധമായിരിക്കുന്ന തോൽവികൾ, പരാജയങ്ങൾ, കുറവുകളോടുകൂടി ആയിരിക്കാം 2024 പ്രവേശിച്ചിരിക്കുന്നത്. From the year 2023, you had met with different debacles, failures and so on. Come about holding the same, you might have stepped into 2024. അതുകൊണ്ട് എനിക്ക് ദോഷമില്ല, Therefore there's no evil for me, എനിക്കൊരു കുറ്റവുമില്ല, no harm for me, എനിക്ക് നഷ്ടവുമില്ല no loss for me. എന്നാരും ചിന്തിക്കരുത്. Don't think so. ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രം ഞാൻ നിങ്ങൾ ജീവിക്കുകയാണ്. Only by the mercy of God today we are able to remain alive. അതുകൊണ്ട് ദൈവമക്കളെ, Therefore, beloved people of God, 2024 ആ പാപം തുടരരുത്. in the year 2024, do not hold fast the sin that you had in the past. 2024 നിന്റെ ജീവിതത്തിലുള്ള തോൽവി കൊണ്ട് നീ മുൻപോട്ട് പോകരുത്. Holding fast the failures in the year 2024, do not march ahead in the year 2024. ഒരുപക്ഷെ നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, Perhaps you may be a saved soul. ജലസ്നാനം സ്വീകരിച്ച You വ്യക്തിയായിരിക്കാം, may have taken water baptism. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായിരിക്കാം, True, you may have received the Holy Spirit. പെന്തക്കോസിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരായിരിക്കാം, Again, you may be holding fast the Pentecostal experience. സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടായേക്കാം. The society, you may have position and honor. ശുശ്രൂഷയുടെ മുൻപിൽ നിനക്ക് മാന്യത ഉണ്ടായിരിക്കാം. At the forefront of the ministry, you may be an esteemed person. നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. Still, there's a God who knows your heart. ഹൃദയം നിന്നെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. If the heart is not convicting you, you got confidence with God. നിന്നെ കുറ്റം വിധിക്കുന്ന ഹൃദയത്തിൽ കുറ്റം വിധിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, നിന്നെ അത് കുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ എന്നേക്കുമായി ഉപേക്ഷിക്കാം. യേശു വന്നാൽ നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയും. ദൈവമക്കളെ, If you have the scruples of conscience, if you have the conviction of the heart, just confess the same, forsake the same. If that being so, when the Lord appears in glory, we'll be able to be raptured. നമുക്ക് 2024 ദൈവമക്കളെ ഓരോ ദിവസവും ജയത്തോട് ജീവിപ്പാൻ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. Let us make this kind of prayer to the Lord in order to accomplish a victorious life throughout the year 2024. മത്തായി സുവിശേഷം 6:13 വായിക്കുമ്പോൾ, That is Gospel chapter 6 verse 13. ദുഷ്ടനിരിക്കുന്ന ഞങ്ങളെ കർത്താവേ വിടുവിക്കണമേ. O Lord, deliver us from the hands of the wicked. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കേണ്ടത്. ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. Deliver us from the hands of the wicked. നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. How should we pray? ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ ഒരു വാചകം പറയുകയുണ്ടായി. The Lord taught the manner of prayer to the disciples. That statement was stressed. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray unto God. കർത്താവേ, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. O Lord, deliver us from the hands of the wicked. ദുഷ്ടശക്തി ഞങ്ങളെ തൊടുവാൻ ഇടയാകരുത്. Do not allow the wicked forces to touch us. ദുഷ്ടന്റെ വഴികൾ ഞങ്ങൾക്ക് വേണ്ട. Let us hate the ways of the wicked. ദുഷ്ടന്റെ പാത നമുക്ക് വേണ്ട. Let us eschew the path of the wicked. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. O Lord, help us, Savior. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. Deliver us from the hands of the wicked. നമുക്ക് ദൈവത്തോട് ദിനംതോറും പ്രാർത്ഥിക്കാം. Day by day, let us offer this prayer to God. കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കിനും ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദമായിട്ട് മാറട്ടെ. Oh Lord, the words of our mouth
and the meditation of the heart should be acceptable to you. സ്വോത്ര പ്രാർത്ഥനയ്ക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ സ്വോത്രം ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഈ പോർക്കാലം നമ്മെ ജയത്തോട് നടത്തണം. നാവിൽ നിന്ന് വരുന്ന വാക്കുകളോ അല്ലെങ്കിൽ ക്രിയകളോ പ്രവൃത്തികളോ ദൈവഹിതമല്ലാത്ത ഒന്നും ഉണ്ടാകരുത്. ജയത്തോട് ജീവിപ്പാൻ നമുക്ക് ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സ്വോത്ര പ്രാർത്ഥന തുടങ്ങുന്നത്. During the early morning praise, I would say, no untoward word, any word that is not acceptable, not out of the will of God should come out of the mouth. Let us make such a dedication, prayer unto the Lord, whereby we start our service. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം, കർത്താവേ, ദുഷ്ടന്റെ അകപ്പെടാതെ ദുഷ്ട സ്വഭാവം എന്നിലെ സാധവണ്ണം ജയത്തോട് ജീവിപ്പാൻ എനിക്ക് ദൈവം കൃപ തരണമേ. Let us pray unto God, O Lord, give me the required grace, whereby I will not be stranded under the hands of the enemy. I will keep away from any nature of the enemy. ഓരോ ദിവസവും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ മാത്രം ജയത്തോട് ജീവിച്ച് കർത്താവിന്റെ വരവിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവത്തിന് മഹത്വം. Glory be to the Lord. ദുഷ്ടത ദൈവമക്കളെ നമ്മുടെ ശരീരത്തിൽ ഏശരുത്. Beloved people of God, wickedness should not have any role in our life. ദൈവത്തിന് മഹത്വം. Glory be to God. നമ്മെ വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. God is our deliverer. നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. God is able to deliver us from sin. നമ്മെ ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. God is able to deliver us from curse. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, രോഗം, പാപം, ശാപം മറ്റു മാത്രമല്ല സകല രോഗത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. Beloved people of God, God is able to deliver us from sin, from darkness, from curse. Even He is able to deliver us from sickness. 1 Corinthians 1:10 വാക്യം വായിക്കുമ്പോൾ, when we come to 1 Corinthians chapter 1 verse number 10, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും. 2 Corinthians 1:10. correction, 2 Corinthians 1:10. 2 Corinthians 1:10. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന്. വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, മേലാലും വിടുവിക്കും. The Lord delivered us. He is delivering us. Again, He will deliver us. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ മക്കളെ, വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും നമ്മെ വിടുവിക്കും. Beloved people of God, during the yesterdays, the Lord delivered us. Now He is a deliverer. Tomorrow He will deliver us. മാരകമായ രോഗത്താൽ പലരും കഷ്ടപ്പെട്ടല്ലോ. ദൈവമക്കളെ, കോവിഡ് പോലുള്ള അനവധി രോഗത്താൽ കഷ്ടപ്പെട്ടല്ലോ. പലവിധമായിരിക്കുന്ന വ്യാധികളെ കഷ്ടപ്പെട്ടല്ലോ. അവിടെ എല്ലാം വിടുവിച്ചത് ആര്? ഡോക്ടറാണോ? ഏതെങ്കിലും മരുന്നാണോ? മെഡിസിനാണോ? ഒന്നുമല്ല, യേശുവിന്റെ കരമാണ് നിന്നെ വിടുവിച്ചിരിക്കുന്നത്. We suffer from formidable sicknesses, fatal deadly ailments like COVID. In all such context circumstances, who had delivered you, who had restored your healing, who had given you strength? No doctor, no physician, no medicine. It's a marvelous hand of God. ദൈവത്തിന് മഹത്വം. Glory be to God. എന്നെയും നിങ്ങളെയും വിടുവിച്ച ദൈവം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സൗഖ്യമാക്കി അയക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. The Lord who delivered me and you, whoever has come to the meeting tonight, if you are sick and fragile, the Lord is able to restore you. He wants to heal you. പഴയ പാട്ടുണ്ട്. That's an old song. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ, എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനാണ് എൻ്റെ ദൈവം. എനിക്ക് നല്ല വൈദ്യനാണ്. എൻ്റെ ദൈവം നല്ല ഡോക്ടറാണ്. എൻ്റെ ദൈവം എൻ്റെ ബലമാണ്. എൻ്റെ ദൈവം എൻ്റെ സൗഖ്യദായകനാണ് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How many do believe my Lord is a perfect healer? My Lord is a good physician. My Lord is a sweet panacea for all my ailments. How many do believe? രോഗശാന്തിയും ആരോഗ്യം വരുത്തി
സൗഖ്യമാക്കാവുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. It is a promise of God. I'll give you divine healing. I'll restore your strength. ദൈവത്തിന്റെ മഹത്വം. Glory be to God. രോഗശാന്തി മാത്രമല്ല, ആരോഗ്യം കർത്താവിന്റെ പക്കലുണ്ട്. Not only divine healing, with the Lord there is health too. ഈ പ്രസംഗത്തിന് മധ്യത്തിൽ ഒരൊറ്റ മിനിറ്റ് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. In the midst of this message, spending only 1 minute, let us pray. വിശ്വാസം ഉണ്ടെങ്കിൽ, If you have faith, ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും വ്യാധികളുണ്ടെങ്കിൽ, in this congregation, if anybody suffers from any kind of നിങ്ങളുടെ sickness, രോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ തന്നെ കൈവയ്ക്ക്. in the body where there is a pain, keep your own hand. ദൈവാത്മാവ് സംസാരിക്കുന്നു. The Spirit of God is talking. കർത്താവിന്റെ അത്ഭുതകരം നിന്നെ വിടുവിക്കുന്നതാണ്. വിടുവിച്ചു, ഇപ്പോൾ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും വിടുവിപ്പാൻ ശക്തൻ. The marvelous hand of God delivered you in the past. Even now it is to deliver you. Again it is able to deliver you. ഈ രോഗത്തിൽ നീ മരിക്കയില്ല. This sickness will not haunt you anymore. നീ ഇങ്ങനെ പറയണം, You must say, ഞാൻ മരിക്കയില്ല, I will not die. ഞാൻ ജീവിച്ചിരുന്ന യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. I will live, describe the works of the Lord. നമുക്ക് അങ്ങനെ പറയാം. Shall we say so? കൈയുയർത്തി പറഞ്ഞാട്ട്, Lift your hands and say, ഞാൻ മരിക്കയില്ല, I will not ഞാൻ die. ജീവിച്ചിരുന്ന് I will live, യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. describe the works of the Lord. ഞാൻ മരിക്കയില്ല, I will not ഞാൻ die. ജീവിച്ചിരുന്ന് I will live, യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. and describe the works of the Lord. ഹല്ലേലൂയ. റസബകദകദിബികം ദലൈകദബഗാത്. Thank you Lord Jesus. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, Beloved people of God, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. if you believe, you can behold the glory of God. സകല വ്യാധികൾക്ക് യേശു നല്ലവനാണ്. Jesus, the sweet physician for all sicknesses. ദൈവത്തിന്റെ മഹത്വം. Glory be to God. ദൈവമക്കളെ, ഒരു വാക്യോട് വായിച്ച് ആ ഒരു വിഷയം ഞാൻ നിർത്താം. I would like to read one more verse and wind up that point. 2 പത്രോസ് 2:9 2 Peter chapter 2, verse number 9. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും. The Lord is able to deliver the saints from trial. ഭക്തന്മാരെ പരീക്ഷയിൽ വിടുവിക്കും. The Lord is able to deliver saints from temptation. മനസ്സാക്ഷി വിശുദ്ധനായിരുന്ന ജോബിനെ വിടുവിച്ചു. The Lord delivered Job, who belonged to the dispensation of conscience. ദാനിയേലിനെ വിടുവിച്ചു. The Lord delivered Daniel. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ വിടുവിച്ചു. The Lord delivered Shadrach, Meshach, Abednego. എത്രയോ ഭക്തന്മാരെ The Lord delivered many saints. അവരുടെ പരിശോധന വേളയിൽ നിന്ന് അവരെ വിടുവിച്ചില്ലേ? During the hours of the trials, heading the Lord delivered them. ആ കരം ഇന്നും കുറുതായി പോയിട്ടില്ല. Even today, that hand is not shortened. ദൈവത്തിന് മഹത്വം. Glory be to God. ആരെയാണ് വിടുവിക്കുന്നത്? Who shall be delivered? ഭക്തന്മാരെ ദൈവം വിടുവിക്കും. God delivers the godly. ദൈവത്തിന്റെ ഭക്തിയെ മുറുകെ പിടിക്കണം. You must hold fast the godliness of God. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവിച്ചാലും മരിച്ചാലും എന്റെ യേശു എനിക്ക് മറിയെന്ന് ദൈവമക്കൾ പറയണം. To live is Christ, death is gain to me. Whether you may alive or die, Christ is sufficient for me. That must be your confession. ദൈവത്തിന് സ്തോത്രം. Praise be to God. വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചതായ ദൈവമക്കളെ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുകയാണ്. People of God who made a prayer for deliverance, heaven has hearkened your cry. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. കർത്താവ് സർവശക്തനായ ദൈവമാണ്. The Lord is omnipotent God. ഒരുപാടൊന്നും പ്രാർത്ഥിക്കണ്ട. No need to make many sentences of praise. വിശ്വാസം ഉണ്ടെങ്കിൽ If there is faith, നിന്റെ തലയിൽ കൈവച്ച് സ്തോത്രം ചെയ്താൽ മതി. simply keep a hand upon your head, praise God. അല്ലെങ്കിൽ പോക, ദൈവം നിന്നെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ ആ വാക്ക് വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് സൗഖ്യമാണ്. Otherwise, once the direction comes, go. The Lord has healed you. If you believe that his statements, immediately there is a healing. ചിലരങ്ങ് നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുണ്ട്. Some people make elongated sentences of prayer. അതിന് അർത്ഥമില്ല. There's no meaning in such a ഒന്ന് sentences. രണ്ട് വാക്ക് പറഞ്ഞാൽ മതി. Simply one or two words. കർത്താവേ, ഇവരെ സഹായിക്കണമേ. Oh Lord, help them. ഈ വ്യക്തിയുടെ അവസ്ഥകൾ നീ അറിയുന്നല്ലോ. Oh Lord, you know the state of this person. ദൈവത്തിന് മഹത്വം. Glory be to God. കഴിഞ്ഞ കൊട്ടാരക്കര കൺവെൻഷൻ സമയത്ത് രോഗശാന്തി സൗഖ്യത്തിന് വേണ്ടി ഒരു പാസ്റ്റർ അവിടെ വരികയുണ്ടായി. Last year during Kottarakara convention, at the Divine Healing Service, a pastor attended the meeting. ഡോക്ടറെ കാണിച്ചപ്പോൾ When he attended എൻ്റെ the, രണ്ട് കണ്ണും തിമിരമാണ്. at the time with the visit to the doctor, he suffered നിങ്ങൾക്ക് cataract. സൗഖ്യം ലഭിക്കുകയില്ല. You cannot be healed. ഓപ്പറേഷൻ ചെയ്താലും കിട്ടിയെന്ന് പറഞ്ഞു. If there is surgery, your sight will not be restored. Was the word to the doctor. വേറെ സഹായത്തോടുകൂടെ അവിടെ വന്നു. He came then with the human help. പ്രിയ മക്കളെ പറയട്ടെ, Beloved people of God, താൻ പ്രാർത്ഥിച്ച് അവിടുന്ന് പോയി. he prayed, went back. പോകുന്ന വഴിയില് On his way, പന്തളത്ത് ചെല്ലുന്നതിന് മുമ്പ് before reaching Pandalam, പുള്ളിയുടെ രണ്ട് കണ്ണും കാഴ്ച കിട്ടി. he got both eyes sight.
ആ രണ്ട് കണ്ണിനും കാഴ്ച കിട്ടി. His eyes restored താൻ his sight. ഓടി തിരിച്ചു faith homeലേക്ക് വന്നു. He rushed, came back to the faith home. യേശുവിനെ സൗഖ്യമാക്കി. Jesus healed me. ആ യേശു ഇന്ന് ജീവിക്കുന്ന ഈ മക്കളെ Beloved people of God, that Jesus is alive ഒരു even ഒറ്റ today. വാക്ക് പറഞ്ഞാൽ മതി. If you utter simply one word, it is ഒറ്റ enough. വാക്ക് പറഞ്ഞാൽ മതി. One word is adequate. ആ വാക്കിന് സക്രിയമുണ്ട്. The word is powerful. വിശുദ്ധന്മാരുടെ വാക്കിന് സക്രിയമുണ്ട്. Word of the saints has power. വിശുദ്ധന്മാരുടെ വാക്കിന് ദൈവമക്കളുടെ ജീവനുണ്ട്. There's life in the word of the saints of God. വിശുദ്ധന്മാരുടെ വാക്കിന് അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയും. The word of the saints is able to perform miracles. അവൻ നമ്മുടെ ജീവിക്കുന്ന ദൈവമാണ്. He is a God who remains alive. ജീവിക്കുന്ന ദൈവമാണ്. He is our deliverer. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഒറ്റി ശക്തമായി ഒരു അലയോട് പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Glory be to God. 31-ാം സങ്കീർത്തനം അതിന്റെ 19-20 വചനം വീണ്ടും വായിക്കുമ്പോൾ Let's read again Psalm 31 verses 19 and 20. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. ദൈവത്തിന് മഹത്വം. Glory be to the Lord. കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും. The Lord is able to deliver you from the company of men. He shall cover you in the pavilion of his presence. 2024 In the year 2024, ദൈവത്തിന് വാഗ്ദത്തമാണ്. it's a promise of God. അവൻ നിന്നെ മറച്ചോളും. He will hide you. കോഴിയുടെ കുഞ്ഞുങ്ങളെ ചിറയും കിടി വഹിക്കുന്ന പോലെ As a hen covers her chickens on her wings, അവന്റെ ചിറയും കീഴിൽ നിന്നെ മറയ്ക്കും. the Lord is able to hide you under his wings. അത് നമുക്ക് വിശ്വസിക്കാം. Let us believe it. എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. My God is with me, ഒരു ശത്രുവും കാണാതെ, without being noticed by ഒരു any enemy, ശാപവും കാണാതെ, without any curse being touched. ഒരു ദോഷവും സംഭവിക്കാതെ No evil shall befall me. എന്റെ ദൈവം എന്നെ മറയ്ക്കും. Thus God is able to hide me. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ദൈവം നമ്മെ നിശ്ചയമായും The മറച്ചോളും. Lord is able to hide us, cover us from the people who resist against us and do attack us. അവനെ ശരണമാക്കുന്നവരെ ദൈവമക്കളെ, നിനക്ക് എതിരായി എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് കർത്താവ് നിന്നെ മറച്ചോളും. Those who keep the Lord as a refuge, the Lord is able to hide you from the hands of your enemy. ദൈവത്തിന് മഹത്വം. Glory be to God. എപ്പോഴാണ് മറയ്ക്കുന്നത് അറിയാമോ? When shall he hide you? 27-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുമ്പോൾ Psalm 27, the 5th verse. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അനർത്ഥ ദിവസത്തിൽ അവന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. തിരു- ആ തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. In the time of trouble, he shall hide me in his pavilion. In the secret of his tabernacle shall he hide me. പാറമേൽ Upon the rock, പാറമേൽ എന്നെ ഉയർത്തും. പാറമേൽ എന്നെ ഉയർത്തും. he will lift me upon the rock. ദൈവത്തിനും സ്തോത്രം. Praise be to God. ദൈവമക്കളെ, അവൻ നമ്മെ മറയ്ക്കുന്നവനാണ്. Beloved people of God, our God is our hider. എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ് 91-ാം സങ്കീർത്തനം. Psalm 91 is known to all people. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും Dwelling in the secret places the Most High, സർവശക്തി നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. abiding in the shadow of the high Almighty God. എവിടെ മറയ്ക്കണം? Where should be hid? എവിടെയാണ് മറയ്ക്കുന്നത്? Where is he hid? അത്യുന്നതന്റെ മറവിൽ മറയ്ക്കുന്നു. He is hiding in the secret places the Most High. നമ്മുടെ ദൈവം ആരാണ്? Who is our God? അത്യുന്നതൻ, Most High, ഉന്നതനാണ്, the highest God, ഉയർന്നിരിക്കുന്നവനാണ്, the lofty God, ശാശ്വതവാസിയാണ്, everlasting God, പരിശുദ്ധനായ ദൈവമാണ്, holy God, അവൻ സർവശക്തനായ ദൈവമാണ്. is almighty God. ദൈവമക്കളെ, നിന്നെ അവന്റെ ചിറകിൻ കീഴിൽ മറച്ചുകൊള്ളും. He is able to cover you under his wings. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവൻ നമ്മെ മറയ്ക്കുവാനായിട്ട് കൂടെ ഉണ്ടെങ്കിൽ, അവൻ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടുവാനില്ല. If the Lord is with us, not to cover us, to hide us, nothing to be feared. ദൈവത്തിന് സ്തോത്രം. Praise be to God. അലക്സാണ്ടർ ചക്രവർത്തി Alexander the Great, യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ after the battle, as he was returning, തനിക്ക് മുറിവേറ്റു. he was wounded. ആ മുറിവേറ്റ് പുള്ളി പിടയുമ്പോൾ തന്റെ പടനോട് പറഞ്ഞു, എനിക്ക് അല്പം കുടിക്കാൻ വേണമെന്ന്. He was wounded, wriggling with the pain. He asked the attendant, give me water to drink. അവരെവിടുന്ന് വെള്ളം കൊണ്ടുവന്നു. They went somewhere and fetched water. താൻ നോക്കിയപ്പോൾ To his surprise, ഒരു സഹപടൻ there's another fellow soldier. മുറിവേറ്റ് പിടയ്ക്കുന്നു. He was wriggling because of pain. വെള്ളം ചോദിക്കുന്നു.
He is also requesting താൻ water. ഇങ്ങനെ പറഞ്ഞു, He directed, ആ വെള്ളം അവന് കൊടുക്കാൻ പറഞ്ഞു. give this water to that suffering ആ soldier. വെള്ളം ആ രാജാവ് കുടിക്കാതെ ആ അല്ലെങ്കിൽ ആ സഹപടന് മുറിവേറ്റ മനുഷ്യന് കൊടുത്ത് അവന് കുടിച്ചിട്ട് അവന് മരിച്ചു. That wounded emperor did not take that water. Instead, he offered the water to that fellow soldier. That fellow soldier had that water and he breathed his last. തന്റെ സുജീവിതം ഓർത്തില്ല. He did not bother about physical health. തന്റേതായ ദാഹം തീർക്കാൻ താൻ ആഗ്രഹിച്ചില്ല. He did not want to quench his thirst. ഇതാണ് നമ്മുടെ കർത്താവ് ചെയ്തത്. This is what the Lord did. നിന്റെ ദാഹത്തെ തീർപ്പാൻ To quench your thirst, നിന്റെ അടുക്കലേ യേശു വന്നു. Jesus come unto you. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നിന്റെ പാപത്തിന്റെ ദാഹം, ശാപത്തിന്റെ ദാഹം, നിന്റെ അടിക്കുന്ന മ്ലേച്ഛതയുടെ ദാഹത്തെ തീർക്കാൻ നിന്റെ വീട്ടിലേക്ക് വന്നു, നിന്നോട് കൂടെ വന്നു. അല്ലെങ്കിൽ ഇവിടെ ദൈവമക്കളെ, നീ പോയ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു, നിന്നെ സഹായിച്ച് നിന്റെ ദാഹത്തെ തീർത്തെങ്കിൽ അതാണ് ക്രിസ്തുവിന്റെ കാൽവരിയുടെ സ്നേഹം. You're not to deliver you from the sin, from the wickedness, from the evil nature that you followed. The Lord followed you. The Lord has quenched your thirst. He has brought you to his presence. That's the marvelous love of Christ. ദൈവത്തിന് മഹത്വം. Glory be to God. എന്നെയും നിങ്ങളെയും കർത്താവ് സ്നേഹിച്ചത് എങ്ങനെയാണ്? In which fashion did the Lord love you and me? ഈ ദൈവമക്കളെ, അവൻ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തു. Well, our people of God, he poured out his life on our behalf. അവന്റെ സുജീവിതം ഓർത്തില്ല. He did not bother with his self-being. അവന്റെ ദൈവമക്കളെ ആ കഷ്ടത അവന് ഓർത്തില്ല. He did not bother about his afflictions. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ അവൻ പിടഞ്ഞു മരിച്ചുവെങ്കിൽ അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ആ കാൽവരി ചൊരിഞ്ഞ രക്തമാണ് എന്നെയും നിങ്ങളെയും ഈ സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. For you and me, if he suffered, wriggled on the cross at Calvary, trickled even lost a drop of his blood, loved us, brought us here. It is the love of Calvary that has brought us here. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ശത്രുവിനെ ഭയപ്പെടേണ്ടതില്ല. There is a presence of God, no need to fear the foe. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് എന്റെ കുടുംബത്തോട് ഉണ്ടെന്ന് പറയുവാൻ എത്ര പേര് കഴിയും? How many can claim the presence of God is accompanying me and all the members of my family? ദൈവത്തിന് മഹത്വം. Glory be to പ്രിയ God. ദൈവമക്കളെ, ദൈവ സാന്നിധ്യം നിന്നോടും നിന്റെ കുടുംബത്തോടും മക്കളോടുകൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവും നിന്നെ തൊടുകയില്ല. Well, about people of God, if the presence of God accompanies you, your family, with your children, no evil force can haunt you. നീ ശത്രുവിനെ ഭയപ്പെടേണ്ട. You need not fear the enemy. ശത്രുവിനെ ഭയപ്പെടേണ്ട. No need to fear the enemy. കാരണം Why? ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കും. We are covered under the presence of God. അതാണ് 31 സങ്കീർത്തനം 20 വാക്യം വായിക്കുമ്പോൾ In Psalm 31, the 7th verse speaks about it. എന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞാൻ നിന്നെ മറയ്ക്കും. I shall hide you under my presence. 31:20 സങ്കീർത്തനം. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. I shall keep you, cover you under my presence. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ട് വരുമ്പോൾ അവരെ മിസ്രയും പറവോനും സൈന്യവും കാണാതെ വണ്ണം അവരെ മറച്ച ഒരു തേജസ് ഉണ്ടായിരുന്നു. When Israelites bade farewell to Egypt, they set out. Throughout the journey, there was the glory of God, the presence of God that covered them, lest the enemy, the Pharaoh, should see him. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മുൻപോട്ട് പോകുമ്പോൾ അവരെ പിന്തുടർന്നായ ശക്തി ഉണ്ടായിരുന്ന പറവോനും കൂട്ടരും പക്ഷേ ഇസ്രായേൽ മക്കളെ കാണാതെ വണ്ണം അവന്റെ തേജസ് കൊണ്ട് അവനെ മറച്ചു. When the redeemed people of God moved forward in the wilderness, there was the power of the enemy, the Pharaoh and the followers. The Lord covered the people, not being noticed by the enemy. ചെങ്കടലിൽ, In the Red Sea, മരുഭൂമി യാത്രയിൽ, during the course of the wilderness, ജോർദാൻ കടക്കുമ്പോൾ, while crossing the Jordan, ദൈവമക്കളെ മുൻപോട്ടുള്ള യാത്രയിൽ through the onward journey, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. my presence shall go before ഞാൻ you. നിനക്ക് സ്വസ്ഥത നൽകും. I shall give you rest. ഞാൻ നിന്നെ സഹായിക്കാം. I shall help you. ആ ദൈവത്തിന്റെ വാഗ്ദത്തം ഇസ്രായേൽ മക്കളിൽ നിവർത്തിക്കുവെങ്കിൽ നിന്നെ സഹായിപ്പാൻ കർത്താവ് കൂടെ ഉണ്ട്. If the Lord had fulfilled the promise in the life of the people of Israel, He did not help you today. The Lord's presence is accompanying your journey too. 32 സങ്കീർത്തനം 7 വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തകൻ പറയുന്നു, നീ എനിക്ക് മറവിടമാകുന്നു, എന്നെ നീ കഷ്ടതയിൽ നിന്ന് വിടുവിക്കും. Psalm 32 verse number 7, the psalmist adds, thou art my hiding place, thou shalt preserve me from trouble. ദൈവമേ, നീ എനിക്ക് മറവിടമാകും. O Lord, thou art my covering place. നമ്മുടെ മറവിടമായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. Our Lord, who is a refuge, is with us.
നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നീ എന്നെ എനിക്ക് മറവിടമാകുന്നു. You are my hiding place. അതുപോലെ തന്നെ 64-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുമ്പോൾ Psalm 64, the second verse. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും ദുഷ്കർമ്മിയുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ. Hide me from the secret counsel of the wicked, from the insurrection of the workers of ഒരുപക്ഷെ iniquity. എന്റെ കുടുംബത്തിന്റെ ഭാര്യ നിനക്കെതിരായിരിക്കാം. Sometimes in the family, your wife might be belligerent to you. ഭർത്താവ് നിനക്കെതിരായിരിക്കാം. Husband might be adverse to you. അയൽവാസി നിനക്കെതിരായിരിക്കാം. Neighbors must be inimical to you. എല്ലാം നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ പലരും നിനക്കെതിരായിരിക്കാം. Your beloved ones might develop animosity. എന്നാൽ നിന്നെ സഹായിപ്പാൻ കർത്താവ് മറവിടമായി നിന്നോടുകൂടെ ഉണ്ട്. ആ മറവിടത്തിൽ ദൈവമക്കളെ ദൈവം സൂക്ഷിക്കും. അതുകൊണ്ട് ഒരു ശത്രുവും നിന്നെ കാണിയേ. As a hiding place, as a place of refuge and asylum, the Lord's presence is with you. So long as you are under the coverage of the Lord, no enemy shall touch you. നമുക്ക് പറയാം, Let us say, എന്റെ ദൈവം എന്റെ മറവിടമാണ്. my God is my hiding place. അവൻ മറച്ചുകൊള്ളും. He will hide me. ദൈവത്തിന് സ്തോത്രം. Praise be to God. തേജസ് കൊണ്ട് മറയ്ക്കും. He will cover you with His glory. ഇസ്രായേൽ മക്കൾ മുൻപോട്ട് പോകുമ്പോൾ During the course of the onward journey of the people of Israel, പകൽ മേഘസ്തംഭവും, during the daytime, the pillar of cloud, രാത്രി അഗ്നിസ്തംഭത്തിലും, during the night time, the pillar of fire, അവരെ വഴി നടത്തി. whereby the Lord guided them, അതുകൊണ്ട് അവർക്ക് ഭാരം ഉണ്ടായില്ല. wherefore they were not frightened. നല്ല വെളിച്ചം, There was true light, ഇരുട്ടൊന്നുമില്ല. no darkness, അനുഗ്രഹമായ വഴിയാണ്. a pleasant way. ദൈവത്തിന് മഹത്വം Glory ഉണ്ടാകട്ടെ. be to the Lord. പ്രിയ ദൈവമക്കളെ, Beloved people of നിന്നെ God, അതുപോലെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. after the similitude, the Lord is powerful to protect you too. നീ കർത്താവ് എന്റെ മറവിടമാകുന്നു പറയുവാൻ എത്ര പേർക്ക് കഴിയും? How many can say, the Lord is my refuge? ദുഷ്ടന്റെ ഗൂഢാലോചന നിന്നെ കർത്താവ് വിടുവിക്കുന്ന ദൈവമാണെന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? How many can say, the Lord is able to deliver me from the secret counsel of the wicked? ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, മറവിടമായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. Beloved people of God, our Lord, who is hiding place, is accompanying us. അവൻ നിന്നെ മറച്ചോളും. He will cover you. അവൻ നിന്നെ സൂക്ഷിക്കും. He will keep you. അവൻ നിന്നെ പരിപാലിക്കും. He will preserve you. 2024 വാഗ്ദത്തമാണിത്. This is a promise given to you at the very beginning of 2024. നിന്നെ നിന്റെ കുടുംബത്തെയും മറച്ചോടുവാൻ പരിപാലിപ്പാൻ കർത്താവ് കൂടെ ഉണ്ടെന്ന് എൻ്റെ ദൈവം എന്നോടാണ് സംസാരിക്കുന്നത്. എടുക്കുന്നവരെ കാര്യങ്ങളിൽ ഒത്തിരി അല്ലെ പറയട്ടെ. Let us believe through 2024, the Lord is able to cover me. His presence shall be with me. Let's believe. ദൈവത്തിന് മഹത്വം. Glory be to God. 119-ാം സങ്കീർത്തനം 114-ാം വാക്യം വായിക്കുമ്പോൾ Psalm 119, verse 1 and 4. നീ എന്റെ മറവിടവും നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു. എന്റെ പരിചയമാകുന്നു. You are my hiding place and my shield. ദൈവമേ, നീ എന്റെ മറവിടമാണ്. Oh Lord, you are my hiding place. എനിക്ക് നീ പരിചയമാണ്. You are my shield. ആ പരിചയായ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു ആയുധവും നിനക്ക് ഫലിക്കയില്ല. If the Lord who is a shield is with you, no weapon comes against you shall prosper. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, പരിചയായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ശത്രുവിന്റെ ആയുധം നിനക്ക് ഫലിക്കയില്ല. Beloved people of God, the Lord who is a shield, if he is with you, the enemy's weapon shall not become prosperous upon you. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കില്ല. അറിയാമെങ്കിൽ ഒരു കൈയടിച്ച് പാട്. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കില്ല. ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ ക്രൂശിൽ പരസ്യമായി കൂത്തുകാഴ്ചയായവൻ. ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ ക്രൂശിൽ പരസ്യമായി കൂത്തുകാഴ്ചയായവൻ. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കില്ല. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കില്ല. ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ ക്രൂശിൽ പരസ്യമായി കൂത്തുകാഴ്ചയായവൻ. ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ ക്രൂശിൽ പരസ്യമായി കൂത്തുകാഴ്ചയായവൻ. ആമേൻ.
ഹല്ലേലൂയ. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല. The power of the enemy is nothing. ദുഷ്ടന്റെ ആയുധം എനിക്ക് ഫലിക്കുകയില്ല. The weapon of the wicked shall not become prosperous on me. ഈ 2024 In the year 2024, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രമല്ല, അടുത്തും അകലിൽ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഈ വാഗ്ദത്തം വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ മറഞ്ഞിരിച്ച് നിന്നെ സഹായിപ്പാൻ കർത്താവ് കൂടെ ഉണ്ട്. not only the people who are attending this congregation, those who listen to the promise of God nearby, far away, through the ambit of the voice, believe the promise of God. He is able to preserve you as a shield. ദൈവത്തിന് മഹത്വം. Glory be to God. 143 സങ്കീർത്തനം 9 വാക്യം വായിക്കുമ്പോൾ, Psalm 143 verse number 9. നിന്റെ മറവിനായി ഞാൻ നിന്റെ അടുക്കൽ ഓടി വരുന്നു. O Lord, come unto you as you are my refuge. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. I come unto you as a hiding place. ആരുടെ അടുക്കലാണ്? Unto whom? യേശു കർത്താവിന്റെ അടുക്കൽ. Unto the Lord. അവൻ നമുക്ക് മറവിടമാണ്. He is our refuge. അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, If he is with us, ദൈവമക്കളെ അവന്റെ തേജസ്സും നമ്മൾ നിറച്ച് പൊതിഞ്ഞിരിക്കുന്നെങ്കിൽ, if we are clad on with the glory of God, ഒരു ശത്രുവും തൊടിയില്ല. no enemy shall touch us. ശത്രു നിന്നെ കാണുകയില്ല. The enemy cannot see you. എന്തുകൊണ്ട്? Why? നമ്മെ മറച്ചിരിക്കുന്ന ഒരു തേജസ്സുണ്ട്. We are covered with the glory. നമ്മെ മറച്ചിരിക്കുന്ന ഒരു We ശക്തിയുണ്ട്. are clad on with the power. നമ്മെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു We ശക്തിയുണ്ട്. are clothed with the power. ദൈവത്തിന് മഹത്വം. Glory be to God. നമുക്ക് നമ്മുടെ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിക്കാം. ദൈവമക്കളെ, Let us- എന്റെ യേശുവിന്റെ വരവിൽ എനിക്ക് പോയാൽ മതി. Let us desire for only one thing. Some go other than I must be caught up at the coming of the Lord. Praise be to God. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ കൊടുങ്കാറ്റുകൾ പേമാരികൾ അടിക്കുമ്പോൾ അവൻ നമ്മുടെ മറവിടമാകുന്നെങ്കിൽ ആ കൊടുങ്കാറ്റ് നിന്നെ ഏശത്തില്ല. During the some tempestuous saints, storm, hurricane lash against your life, if you are hidden in the asylum of God, it will not haunt you. യെശയ്യാ പ്രവചനം 32:1-2 വായിക്കാം. It's in Isaiah 32, the first 2 verses. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും പിശറിന് ഒരു സങ്കേതവുമായി. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. കാറ്റിനൊരു മറവ്, A hiding place for the wind. കൊടുങ്കാറ്റ് പോലെ പരീക്ഷകൾ വരുമ്പോൾ അവൻ നിന്നെ മറച്ചുകൊള്ളും. When tumultuous winds come against you in your life, the Lord shall cover you. ആ കാറ്റിനെ തൊടുകയില്ല. The wind shall not touch you. കൊടുങ്കാറ്റ് വന്നു കടലിലും കടലലകളിൽ എന്നെ കൈവിടാത്തവൻ, കൊടുങ്കാറ്റ് വന്നു കടലിളകിടിലും, കടലലകളിൽ എന്നെ കൈവിടാത്തവൻ, കരം തന്നു കാത്തു സൂക്ഷിച്ചരുമയായി അവൻ വരവിൽ പ്രത്യാശയോടെ നടത്തിയിടുന്നു. കരം തന്നു കാത്തു സൂക്ഷിച്ചരുമയായി അവൻ വരവിൽ പ്രത്യാശയോടെ നടത്തിയിടുന്നു. വാനസേനയുമായി പ്രിയൻ വാനമേഘേ വരുവല്ലോ. വാനസേനയുമായി പ്രിയൻ വാനമേഘേ വരുവല്ലോ. വരവേറ്റു സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയ മണാളനെ എതിരേൽക്കാം. വരവേറ്റു സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയ മണാളനെ എതിരേൽക്കാം. കൊടുങ്കാറ്റ് വന്ന് കടലിൽ ഇളകിയാലും ഒന്നും സംഭവിക്കത്തില്ല. Even though the sea is troubled due to the tempest, you will not be harmed. ഈ മക്കളെ, തിരമാലകൾ പറയുമ്പോൾ ഒന്നു മാറി പുറകാലെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. Waves come one after another. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. എന്നാൽ അവിടെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു കരമുണ്ട്. However, in the midst of which there's a hand which is able to keep ഈ you. കടലിൽ ജോലിക്ക് പോകുന്നവർക്കറിയാം, People who go for fishing in the sea know. വലിയ തിരമാലകൾ വരുമ്പോൾ Tempestuous waves come. തിരമാലയെ മുറിച്ച് അവര് അപ്പുറത്തേക്ക് പോകും. They will cross the wave and go out. അത് എക്സ്പീരിയൻസ് പരിചയമാണ്.
That is their experience. നമ്മളാണെങ്കിൽ അന്നേരം അറിയും. On our part, we will die. എന്നാൽ പരിചയമുള്ളവര് Those who are experts ആ തിരമാലകളെ മുറിച്ചിട്ട് അപ്പുറത്ത് പോകും. cross over it and move to the sea. അടുത്ത തിരമാല വരും, Next wave will come, അതിനെ കവിഞ്ഞ് അപ്പുറത്ത് പോകും. so they will survive it and move. ഇതാണ് ദൈവമക്കളെ പരിശോധനയിൽ ജയമെടുക്കുന്ന അനുഭവം. This is the experience of tiding over experiences of trial. ഏത് ശോധന വരട്ടെ, Whatever is the trial that comes, ഏത് കഷ്ടം വരട്ടെ, whatever is the suffering that comes, എന്ത് പോരാട്ടങ്ങൾ ഉണ്ടാകട്ടെ, any kind of temptation that comes, എന്റെ ദൈവം എന്നെ മറച്ചോളും. my God is able to hide me. എന്റെ ദൈവം എന്നെ സഹായിക്കും. My God is able to shield me. എന്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. My God is with me. അത് വിശ്വസിക്കുന്ന ഈ മക്കൾ The people who believe in it, ഒരു മിനിറ്റ് 1 minute, ദൈവത്തെ സ്തുതിക്കാമോ? let us praise God. എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. My God is with me. അവൻ എനിക്ക് മറവിടമാണ്. He is my hiding place. എന്റെ സകല കക്ഷത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. He is able to deliver me from all my sufferings. സകല കൃപകളാൽ നിറയ്ക്കുന്നവനാണ്. He is able to enrich me with all graces. ശത്രുവിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് ജയം നൽകുന്നവനാണ്. He is able to destroy all the fortress of the enemy and command victory in my life. ശത്രുവിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് എന്നെ സൂക്ഷിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന യേശു എനിക്കായി ഇന്ന് ജീവിക്കുകയാണ്. My Jesus, my God remains alive today, who is dismantling all the fortresses of the enemy and keeping me under his hiding place. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? Let us believe and can we pray? കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. The Lord is with you. നിന്നെ സഹായിപ്പാൻ കർത്താവ് കൂടെ ഉണ്ട്. The Lord is with you not to help you. നിന്നെ പരിപാലിപ്പാൻ യേശു കൂടെ ഉണ്ട്. Preserve you, the Lord is with you. അവൻ നമുക്ക് മറവിടമാണ്. He is our hiding place. അവൻ നിന്നെ സൂക്ഷിക്കുന്നവനാണ്. He is the preserver. അവൻ സർവശക്തനായ ദൈവമാണ്. He is the almighty God. അത്ഭുതങ്ങളുടെ ദൈവമാണ്. He is the God of wonders. ശത്രുവിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് ജയം നൽകുന്ന യേശുവാണ്. Jesus is destroying the fortress of the enemy. Command victory in your life. Sabada karashibada kada become that I God. Hallelujah. 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 ആമീൻ. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ്, ഒടുവിലത്തെ വീഞ്ഞ് യേശു തമ്പുരാൻ കൊടുത്തപ്പോൾ ഏറ്റവും ടേസ്റ്റ് ആയിരുന്നു. At the matrimonial feast of Cana, the final wine that was supplied, that was the most delicious one. ഈ മീറ്റിംഗിന്റെ ഒടുവിൽ At the end of this meeting, നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കുന്നെങ്കിൽ, if you keep yourself in prayer, ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി കാണാൻ കഴിയും. you can experience the wonderful work of God. അത്ഭുതം കൊണ്ട് ദൈവത്തിന്റെ കരം കാണുവാൻ കഴിയും. You can behold the hand of the wonder working God. ഇപ്പോൾ തന്നെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. Right now, the Lord is working. പലരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. The Lord is strengthening many. പലരെ The സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. Lord is healing many. ശത്രു ഭയത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord delivering from the fear of the enemy. അന്ധകാര ശക്തിയിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. Yes, delivering from the power of darkness. സാത്താന്റെ സകല പോരാട്ടത്തിൽ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. Delivering from the battle of the devil enemy. യേശു കൂടെ ഉണ്ട്. The Lord is with you. അവൻ നമുക്ക് സർവശക്തനായ ദൈവമാണ്. He is the almighty God. സബാദ കദ കസിബാദ ഹച്ചദായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കട്ടെ. Let us come back to our subject once again. പെട്ടെന്ന് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to wrap up my message as quickly as അവിടെ possible. മൂന്നാമത് ഇങ്ങനെ വായിക്കുന്നു. The third point is, നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച്. ദൈവത്തിന് സ്തോത്രം. praise be to the Lord. രക്ഷിക്കുന്ന ദൈവമാണ്. He is our savior. നമ്മളെ രക്ഷിച്ചു, He will save us. ഇനിയും രക്ഷിക്കുന്നവനാണ്. Again, He will save us. ദൈവത്തിന് സ്തോത്രം. Praise be to God. 91 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം വായിക്കുമ്പോൾ, Psalm 91, verse number 16. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. With long life will I satisfy him. I'll show him my salvation. രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. I'll show him my salvation. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന്
തൃപ്തിപ്പെടുത്തും. I will satisfy him with a long life. അവൻ രക്ഷകനായ ദൈവമാണ്. He is our Savior. ഡോക്ടർമാർ കൈവിട്ട കേസായിരിക്കാം. You are miserably left behind by doctors. ഇന്നലെ അപ്പച്ചനായിട്ട് ഞാൻ സംസാരിച്ചു. Yesterday, I had a conversation with an elder. ഉടനെ ചില മിനിറ്റിനകം നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തട്ടിപ്പോവും. You said that within a minute you have to undergo a surgery, otherwise you will breathe your last. ഉടനെ മരിച്ചു പോകും. Suddenly you will die. ആ പിതാവ് That father ഭാര്യയും with his wife മോളുമായിട്ട് വന്നു. and daughter came there. പ്രാർത്ഥിച്ചു. We prayed for. ദൈവമക്കളെ, അവരെ ആ നല്ല വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാനും സന്തോഷിച്ചു. On hearing the statements of faith, I was also delighted. എന്നെ ഇവിടെ നിന്ന് വിട്ടാൽ മതി. Just leave me from here. നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ലല്ലോ. There's no guarantee for you. നിങ്ങൾക്ക് ഉറപ്പില്ലല്ലോ. There's no confidence. ഉറപ്പ് തരുന്ന ഒരു കർത്താവുണ്ട്. There's a God who gives you assurance. ദൈവമക്കളെ, മാസങ്ങളായിട്ട് ഇതിൽ ഒരു കുഴപ്പമില്ല. Months pass by, so far, hale and hearty. ആരോഗ്യത്തോട് നടക്കുന്നു. He is hale and hearty, moving forward. കർത്താവ് തൊട്ടാ നിനക്ക് സൗഖ്യമാണ്. If the Lord touches you, there is healing for you. അവൻ രക്ഷിക്കുന്നവനാണ്. He is able to save you. ഒരുവന് ദീർഘായുസ്സ് കൊടുക്കാൻ കർത്താവ് ആഗ്രഹിച്ചാൽ അതിന് മാറ്റുവാൻ ആർക്കും കഴിയില്ല. If the Lord is willing to extend days of life, nobody can amend it. ഞാൻ പറയാറുണ്ട്, I would say, ഒരാൾക്ക് ഇത്ര വയസ്സ് വരെ അവൻ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവത്തിന് ഇടമെങ്കിൽ അവനെ കല്ലേ വെച്ച് അരച്ചാൽ അവൻ മരിക്കില്ല. it is the will of God. God has appointed a particular span of life for a man. Even you just grind him in the millstone, he will not die before that set time. ചില ചിന്തിച്ചിരിക്കുന്നേ, അയ്യോ ഞാൻ അവിടെ ചെന്ന് ഏതായാലും അയ്യോ ഞാൻ ആഗ്രഹിച്ച ഡോക്ടറെ തന്നെ കിട്ടി. ഓ Some people are happy on the ground. The doctor whom I expected, I was able to consult. ഡോക്ടർ ഏതാണ്ട് ചെയ്തുകൊണ്ടാണ് നീ ജീവിക്കുന്നതാണ് വിചാരിക്കുന്നത്. Do you think that because of the work of the doctor you remain alive? ദൈവത്തെ സ്തുതിപ്പാൻ, To praise God, നിന്നെ കർത്താവിന് നിന്നെ ഉയർത്തുവാൻ, to lift the name of God, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തി കാണിപ്പാൻ, to lift up the name of God, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, to offer glory to God, നന്ദി കരയേറ്റുവാൻ, to offer thanks unto the Lord. അവൻ നിന്നെ He സൗഖ്യമാക്കിയിരിക്കുകയാണ്. has healed you for the same purpose, മരുന്നുകൊണ്ടല്ല. not by medicine. ഈ അടുത്തേക്ക് ഒരു അപ്പച്ചൻ കൊട്ടാരക്കരയും മരിച്ചു. Recently, an elderly man passed away at Kottarakara. അപ്പച്ചൻ 15 വർഷത്തിന് മുമ്പ് Just 15 years ago, ഹാർട്ടിന് 4-5 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. it was said that he had 4 or 5 blocks in the heart. ഞാൻ അവിടെ വീട്ടിൽ ചെന്നു. I visited his house. 35 ഗുളിക ഒരു ദിവസം കഴിക്കണം. One day he had to have 35 tablets. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ പോവാന്ന്? I asked, are you going to commit suicide? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? Do you believe? 8 ദൂരെ കളയാൻ പറഞ്ഞു. Come on, cast everything out. അന്ന് തൂക്കെടുത്തെറിഞ്ഞു. He cast out. മരുന്നെടുത്തില്ല. He didn't take medicine thereafter. 15 വർഷക്കാലം പുള്ളി ആരോഗ്യത്തോടെ ബലത്തോടെ നടന്നു. ഈ മരിക്കുന്നതിന്റെ തലയെ ഞായറാഴ്ച കൂടെ സഹായത്തിന് കൊട്ടാരക്ക സെന്ററിൽ വന്നു. With absolute healing and strength, he walked thoroughly for 15 more years. Even before the death, the penultimate Sunday service, he attended meeting at Kottarakara. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ ദൈവമാണ് നമ്മുടെ ദൈവം. He is our God. ദീർഘായുസ്സുകൊണ്ട് തൃപ്തിപ്പെടുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. Our God is able to satisfy with added നിന്നെ life. സൗഖ്യമാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. Our God is able to heal you. നിന്നെ സഹായിക്കുന്നവൻ താങ്ങുന്നവൻ കർത്താവ് കൂടെ ഉണ്ട്. The Lord who is your helper, upholder, is with you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. സകല മനുഷ്യർക്കും രക്ഷാകരമായിട്ടുള്ള ദൈവകൃപ ഉദിച്ചുവല്ലോ. The grace of God, worthy for salvation, all mankind is risen. തീത്തോസ് 2:14. Titus chapter 2 verse 14. സകല മനുഷ്യർക്ക് രക്ഷാകരമായിട്ടുള്ള ദൈവകൃപ ഉദിച്ചുവല്ലോ. The grace of God, worthy for salvation, all mankind is risen. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്താണ് ഉദിക്കുന്നത്? What is rising? സൂര്യനാ ഉദിക്കുന്നത്. Sun rises. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ സൂര്യനായ കർത്താവ് നിന്നിൽ ഉള്ളത്തിലേക്ക് നിന്റെ കുടുംബത്തിൽ ഉദിച്ചിരിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവമക്കളെ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണത്. In your life, in your family, if the Son of Righteousness is risen, there is safety for the family. ദൈവത്തിന് മഹത്വം. Glory be to God. സകല മനുഷ്യർക്കും രക്ഷാകരമായിട്ടുള്ള ദൈവകൃപ ഉദിച്ചുവല്ലോ. This grace of God is risen to life all people, paid way for salvation. നീതി സൂര്യൻ തേജസ്സോടുകൂടെ നിന്റെ കുടുംബത്തിൽ ജനിക്കട്ടെ, ഉദിക്കട്ടെ. May the Son of Righteousness be born in a family in all righteousness. ദൈവം നിന്റെ സൂര്യനായി തീരട്ടെ. May the Lord be your sun. സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് പാടാൻ കഴിയുന്നില്ല. As the time is ticking by, I am not able to sing. ആരും പാടണ്ട. ഇനി നിന്റെ അരുണയനസ്തമിക്കേയില്ല, ഇനി നിന്റെ ശശിയും മറഞ്ഞു പോകില്ല,
ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നിന്റെ അരുണൻ ഇനി ഒരിക്കലും അസ്തമിച്ചു പോകുകയില്ല. Your sun shall not set again. എന്താണ് അരുണൻ? What is sun? സൂര്യനാണ്. It is sun. ഒരിക്കലും മറഞ്ഞു പോകുകയില്ല, You'll never hide. അസ്തമിച്ചു പോകുകയില്ല. Never set. നിന്നെ സഹായിപ്പാൻ വെളിച്ചമായി കർത്താവ് കൂടെ ഉണ്ട്. To help you, the Lord is explicitly with you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാട് കാണുകയില്ല. The Egyptians whom you have seen today, you shall see no more. പുറപ്പാട് 14:13. Exodus 14 verse 13. ഇനി നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. The Egyptians whom you have seen today, you shall see no more. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും ഇനി കാണുകയില്ല. നിങ്ങൾ ഒരു നാളും കാണുകയില്ല. You shall see no more. ഇന്ന് കണ്ടിട്ടുള്ള ഇന്ന് നിന്റെ ശരീരത്തിലുള്ള രോഗം ഇനി ഒരു നാളും കാണുകയില്ല. The sickness that is on your body today, you are going to see anymore. നിന്റെ പാപം ഇനി കാണുകയില്ല. Your sin, you are not going to see anymore. ശാപം ഇനി കാണുകയില്ല. No more curse in your life. നഷ്ടം എനിക്ക് ഉണ്ടാകുകയില്ല. No loss in your family. കഷ്ടം എനിക്ക് ഉണ്ടാകുകയില്ല. No suffering for you. ഇന്ന് നീ കണ്ടിട്ടുള്ള ആ മിസ്രൈമിനെ നീ ഒരു നാളും കാണുകയില്ല. The Egyptian whom you have seen today, you will not see anymore. Praise be to God. ദൈവം ദൈവം നമ്മുടെ വെളിച്ചമാണ്. My God is my light. അവൻ നമ്മുടെ വെളിച്ചമാണ്. He is our light. വെളിച്ചമായി കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവമക്കളെ നമുക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല. If the Lord who is the light is with us, let us not fear anything. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. സങ്കീർത്തനക്കാരൻ പറയുന്നത് The psalmist says, 27 സങ്കീർത്തനം 1 വാക്യം, Psalm 27, the first verse. യഹോവ എന്റെ വെളിച്ചവും യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? The Lord is my light, my salvation. Therefore, whom shall I fear? യഹോവ എന്റെ രക്ഷകനാണ്. The Lord is my savior, എന്റെ വെളിച്ചമാണ്. my light. ഞാൻ ആരെ ഭയപ്പെടും? Whom shall I fear? യഹോവ എന്റെ ജീവന്റെ ബലമാണ്. The Lord is my strength of my life. ഞാൻ ആരെ പേടിക്കും? Whom shall I fear? ദൈവമക്കളെ ധൈര്യമായി നമുക്ക് കരം ഉയർത്തി പറയാം. Holy, let us lift the hands and confess. യഹോവ എന്റെ വെളിച്ചമാണ്. The Lord is my യഹോവ എന്റെ light. രക്ഷയാണ്. He is my savior. എന്റെ ദൈവം എന്റെ ബലമാണ്. The Lord is my strength. എന്റെ ഗോപുരമാണ്. He is my tower. എന്റെ ശരണമാണ്. He is my refuge. എന്റെ ആശ്രയമാണ്. He is my trust. എനിക്ക് എല്ലാറ്റിനും എല്ലാം ദൈവമായി കർത്താവ് കൂടെ ഉണ്ട്. The Lord, all in all, is with me. ഹല്ലേലൂയ. റാസി ബാക്കഡ ഹാപ്പിലാറ്റ്. പ്രിയ മക്കളെ, വളരെ ഒരു വലിയ തേജസ് ഇവിടെ പ്രകാശിക്കുന്നതായി ഞാൻ ആത്മാവിൽ കാണുകയാണ്. All our people of God, I feel in the spirit the great glory of God is blistering here. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാം വിശുദ്ധന്മാരുടെ നിലവിളിയാണ്, പ്രാർത്ഥനയാൽ മാത്രമാണ്. Today stand here only by the cry, the prayer, the supplication of the saints and you all people. ഇത്രയും നേരം എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. I never expected that so much time I'll be able to stand up. അതുപോലുള്ള ബലഹീനത ശരീരത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ ശുശ്രൂഷ വേളയിൽ എന്റെ ദൈവം എന്നെ സഹായിച്ചു. I was so infirm and fragile in the body. At the time of the ministry, the Lord has strengthened me. നിങ്ങളുടെ പ്രാർത്ഥനയാൽ, By your prayer, യേശു കൂടെ ഉണ്ട്. Jesus is with me. അതേ ദൈവം നിനക്കായി ജീവിക്കുകയാണ്. Saying, Lord is living for you. ആ യേശു നമുക്കായി ജീവിക്കുകയാണ്. That Jesus is living for us. അവന്റെ വെളിച്ചമാണ്. He is my light. ദൈവത്തിന് മഹത്വം. Glory be to God. ഈ രക്ഷയായി പാറയെ ഒരിക്കലും മറക്കരുത് കേട്ടോ. Do not forget this rock which is salvation. ഇസ്രായേൽ മക്കളുടെ പരാജയത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? What's the reason for the defeat of Israel? അവർ രക്ഷയായ പാറയെ അവർ മറന്നു കാണും. They forgot the salvation which is a rock. എവിടെയാണ്? ആവർത്തന പുസ്തകം ആവർത്തനം 32:15. 15. Deuteronomy 32:15. തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. രക്ഷയുടെ പാറയെ നിരസിച്ചു. They denied the rock of salvation. അതാണ് ഒരു പരാജയം ഉണ്ടായത്. That's the debacle they encountered. ഇസ്രായേൽ മക്കൾക്ക് പരാജയം ഉണ്ടായത് അതാണ്. Israelites got vanquished because of it. രക്ഷയുടെ പാറയെ നിരസിച്ചു. They denied the rock of salvation. എന്ന് നിങ്ങൾ ഞാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. The Spirit of God urges you. നിന്നെ രക്ഷിച്ച ദൈവത്തെ ഒരിക്കലും മറക്കരുത്. Do not forget the Lord who saved you. ഇന്ന് രാത്രികാലം Tonight, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, anyone who listens to our voice, ഈ രക്ഷകനെ കാണാതെ അറിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, anyone who hasn't experienced this Savior,
ആ രക്ഷകനെ നമുക്ക് നോക്കി നിലവിളിക്കാം. Come on, look unto the Savior and cry. രക്ഷകനായ യേശുവിന്റെ അടുക്കിലേക്ക് നമുക്ക് വരാം. Draw closer to Jesus as Savior. അവൻ നിന്നെ വിടുവിക്കുന്നവനാണ്. He is able to deliver you. പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളിപ്പിക്കും. Even though your sin is as red as scarlet, He is able to make as white as snow. രക്താംബരം ചുമപ്പായിരുന്നാലും പഞ്ഞു പോലെ ആക്കി തീർക്കും. When it is red, He is make it as white as wool. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നെങ്കിൽ If you incline, hearken and obey, അനുഗ്രഹം ലഭിക്കും. you can receive the blessing. മാർത്ത് മത്സരിക്കുന്നെങ്കിലോ If you rebel and resist, ദൈവകോപം നിങ്ങളുടെ മേൽ ഉണ്ടാകും. wrath of God shall befall you. ആ ദൈവകോപത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ To be delivered from the wrath of God. ഇന്ന് കേൾക്കുന്ന വചനം The whatever which is delivered to നമുക്ക് you, ഉപകാരമായി വരട്ടെ, it should be profitable unto us. അനുഗ്രഹമായി വരട്ടെ, Should be blessing to us. നന്മയായി തീരട്ടെ. Should be good to us. നിന്റെ കുടുംബത്തിന്റെ ശുദ്ധപ്രയോഗം, ശാപദോഷങ്ങള്, മന്ത്രവാദ ശക്തികള്, എല്ലാ പിശാച ശക്തികള് തകർക്കുവാൻ യേശു നിന്നോട് കൂടെ നിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും അടുക്കത്തില്ല. In order to destroy the power of witchcraft, divination, sorcery, dark forces in your life, if Jesus is there, if Jesus is accompanying you, those forces will not haunt you. നമ്മുടെ രക്ഷയായ ദൈവത്തെ ഘോഷിച്ചുല്ലസിക്കാം. Let us shout and praise God, who is the salvation. ഹബക്കൂക്ക് 3:18 വായിക്കുമ്പോൾ Habakkuk chapter 3 verse 18. രക്ഷനായ ദൈവത്തിന്റെ ആ നാമത്തെ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. I will praise and shout the name of my Savior Lord. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Glory be to God. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് ഞാൻ നിന്നെ ചുറ്റിക്കൊള്ളും. There is a shout of victory with which I shall encompass you. ദൈവത്തിന് വാഗ്ദത്തമാണ്. It is a promise of God. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് ഞാൻ നിന്നെ ചുറ്റി പരിപാലിക്കും. With the shout of salvation, I shall encompass and keep you. ചിലരൊക്കെ പറയും, Some would say, അയൽവാസി ഏതാണ്ട് ചെയ്താണ് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. neighbor has some done sorcery, wherefore we are afflicted. അയ്യോ ഓടിച്ചാടിയും നടന്നുകൊണ്ടായ ആ പശു വീണ് ചത്തു. That cow that was very nimble, animate, all of a sudden fell down, fainted and died. അത് അയൽവാസി ചെയ്ത വേലയാണ്. It is a spirit divination done by the neighbor. ഇങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കണ്ട. Don't learn telling so. കർത്താവ് അറിയാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. Without the knowledge of God, nothing shall befall you. ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ദക്ഷിണ പറ്റിയ ഇസ്രായേലിന് പഠിക്കത്തുമില്ല. Witchcraft and divination will not affect Israel and Jacob. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ രക്ഷ വലിയ രക്ഷയാണ്. This is a great salvation. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ 2:4 വാക്യത്തിൽ വായിക്കുന്നത്, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നീ എങ്ങനെ കർത്താവിൽ നിന്ന് തെറ്റി ഒഴിയും? Why from Hebrews chapter 2 verse 4 we read, if you neglect so great salvation, how shall you escape punishment? ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ, ഇത്ര വലിയ രക്ഷ നീ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? എങ്ങനെ കർത്താവിന്റെ മുമ്പിൽ തെറ്റി ഒഴിയാൻ കഴിയും? If you neglect so great salvation, how shall you escape the presence of the Lord? ദൈവത്തിന് മഹത്വം. Glory be to God. ഇത്ര വലിയ രക്ഷ This great നീ salvation, ഗണ്യമാക്കാതെ പോയാൽ if you neglect, എങ്ങനെ തെറ്റി ഒഴിയും? how shall you escape? ദൈവമക്കളെ വിവരിക്കാൻ സമയമില്ല, No time to elaborate. സമയം പോയിരിക്കുന്നു. Time has fled. എന്റെ വാക്ക് ഞാൻ അവസാനത്തെ ഒരു വാക്കൂടെ പറയട്ടെ. Let me wind up the final point. പ്രകാരം വായിക്കുന്നു. This is what we read. നാലാമത് ഇങ്ങനെ വായിക്കുന്നു, This is what we read. Fourthly, ഞാൻ ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. ഞാൻ നിന്നെ ഒരു കൂടാരത്തിന്റെ അകത്ത് ഒളിപ്പിക്കും. I will cover you in a pavilion. എവിടെ ഒളിപ്പിക്കുന്ന അറിയാമോ? Where? ഒളിക്കാൻ ഒരു സ്ഥലമുണ്ട്. There's a place to hide. അവിടേക്ക് പോകാനായിട്ടാണ് നിങ്ങളെ ഒരുക്കുന്നത്. You are prepared to move there. അവിടെ ചെന്നാൽ ഒന്നും പേടിക്കണ്ട. Once we reach there, there's absolute safety. അതാണ് പുതിയ യെരൂശലേം, സ്വർഗ്ഗ സിയോൻ. There's a new Jerusalem, heavenly Zion. ദൈവമക്കളെ, നമുക്ക് ഒളിക്കാൻ ഒരു സ്ഥലമുണ്ട്. People of God, there's a place for us to അവിടെ hide. ചെന്നാൽ ഒരു ദുഷ്ടനെയും ഭയപ്പെടേണ്ട, Once we reach there, let us not fear any evil. ഒരു ശത്രുവിനെയും ഭയപ്പെടേണ്ട, Let us not fear any wicked. ഒരു ദുഷ്ടനെയും ഒരു നീതനെയും ഭയപ്പെടേണ്ട, No wild, no wicked, no enemy can be feared. ഒരു ശത്രുവിനെയും ഭയപ്പെടേണ്ട, Nor need to fear any enemy. ശത്രുവിന്റെ പോരാട്ടത്തെ ഓർക്കണ്ട. And let us not remember the fight to the enemy. ഏറ്റവും മഹത്തായിട്ടുള്ള രാജ്യത്തിലേക്ക് നിന്നെ എന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. The Lord is willing to bring you at the most glorious point. കുഞ്ഞാട് വെളിച്ചമായിരിക്കുന്ന സ്ഥലം, It's a place when lamb is the lamp. കർത്താവ് യേശു വെളിച്ചമായിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പുതിയ യെരൂശലേം കർത്താവ് നമുക്കായി ഒരുക്കുന്നു. The spectacular New Jerusalem where the Lord is a lamp, the Lord is preparing for us. അവൻ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. The Lord shall build up Zion and appear in his
his glory. സിയോനും യെരൂശലേമും ചേർത്ത് ഒന്നിച്ച് പണിയുകയാണ്. Jerusalem and Zion compactly built it together. തമ്മിൽ ഇണക്കി പണിതിരിക്കുന്ന യെരൂശലേമേ, Jerusalem fitly framed together. പ്രിയ ദൈവമക്കളെ, ഏറ്റവും മനോഹരമായിട്ടുള്ള പണി വേഗത്തിൽ നടക്കുകയാണ്. Beloved people of God, a sublime construction is going on a brisk fashion. ഒരുപക്ഷെ ഇന്ന് രാത്രി ആയിരിക്കാം കർത്താവിന്റെ വരവ്, Sometimes tonight the Lord might make his advent. അല്ലെങ്കിൽ നമ്മുടെ മരണമായിരിക്കാം. Otherwise death might meet us. ഈ മീറ്റ് കഴിഞ്ഞ് പോകുന്ന വഴിക്കായിരിക്കാം കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ നിന്റെ മരണം. On the way back the Lord might appear. Otherwise death might visit you. ദൈവമക്കളെ, ഞാൻ നിശ്ചയമായും കർത്താവിനോട് കാണും, അവനോടുകൂടെ ഞാൻ വാസം ചെയ്യുന്ന വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? How many have the confidence? How many believe if the Lord appears? Otherwise if I die, definitely I'll be collected to this presence. ആ പുത്രന്റെ മുഖം നിത്യം നിരന്തരം കണ്ടുകൊണ്ട് സന്തോഷിക്കാനുള്ളായ ഒരു സുദിനം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. Glorious moment is fast approaching. We are going to behold the face of the Son forever abundant. Rejoice in his marvelous presence. ഞാൻ അതിനാൽ ദൈവമക്കളോട് പറയാറുണ്ട്, I would say the people of God for the same purpose. പരിശുദ്ധാത്മാവിൽ നിറയണം. Be filled in the Holy Spirit. നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരായി മാറണം. He must become rich in faith. ദൈവകൃപയിൽ നിങ്ങൾ ജീവിക്കണം. Live your life in the grace of ദൈവ God. പ്രത്യാശയിൽ വളരണം. Grow in the hope of God. അങ്ങനെ നിശ്ചയമായും ഉറപ്പായി വിശ്വസിക്കാൻ കഴിയും, എന്റെ യേശു വരും, ഞാൻ അവരോട് കാണപ്പെടും. That being so, assuredly you can believe when Jesus appears, I'll be collected with him. നിന്നെ കൊണ്ടുപോകാൻ ഒരു വാഹനം വരും. Your vehicle shall come to take you. ദൈവത്തിന് സ്തോത്രം. Praise be to God. സത്യം പ്രസാദ് സാക്ഷ്യം കേട്ടല്ലോ, At the time of the testimony, the brother testified. ഒരു നല്ല മനോഹരമായ വാഹനം വന്നു. A beautiful vehicle came. അതിനകത്ത് അദ്ദേഹത്തിന്റെ പേരും ഉണ്ട്. His name was written on the പക്ഷേ seat. വാഹനം അങ്ങ് പോയി. But the vehicle passed by. നീ ക്രമീകരിക്കാൻ ഒരുപാടുണ്ട്. There is much to be നിന്റെ considered. സ്ഥാനം അവിടെ തന്നെയാണ്. Your place is there. അവിടെ പോകുവാൻ ഒരുങ്ങിക്കോ. Get ready to go there. ദൈവം നമുക്കായി മനോഹരമായ ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. The Lord is preparing a beautiful place for us. അവിടെ ചെന്ന് ചേരുവാൻ, To reach there, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. let us set correct our life. ഒരു കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. God is able to hide you in his tabernacle. ആ കൂടാരം ദൈവമക്കളെ കൂടാരത്തിൽ ഒളിപ്പിച്ചാൽ ഒരു ശത്രുവിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. If the Lord hides you in the pavilion, let us not fear any kind of enemy. ശത്രു നിന്നെ കാണുകയില്ല. Enemy will not see you. ദുഷ്ടൻ നിന്നെ കാണുകയില്ല. We will not notice you. ഒരു ദോഷം തട്ടാവുന്ന കരങ്ങളിൽ വഹിച്ചോളും. He will hold you in his hands, lest let evil will touch you. നമുക്ക് അവിടെ പറന്നു പോയി വിശ്രമിക്കാം. Let us fly him, go there, rest there. അത് ആഗ്രഹിക്കുന്നവരെല്ലാം മുഴങ്കാലും ഇവിടെ കണ്ണടച്ചാൽ Those who long after, kneel down, close your eyes. ഒരു ഉയർപ്പിന്റെ ശക്തി There's ഉണ്ടാകട്ടെ. the power of resurrection. Let it operate. അതിന് പാട്ടൊന്നും പാടണ്ട. No need to sing chorus. ദൈവസ്നേഹത്താൽ നിറയുന്നെങ്കിൽ നിശ്ചയമായും ആത്മാവിൽ കുളിക്കുവാൻ കഴിയും. If you are filled by the power of God, love of God, you can leap in the power. പരിശുദ്ധാത്മാ ശക്തിയാ ദൈവമക്കൾ നിറഞ്ഞു സന്തോഷിക്കട്ടെ. He must be filled with the power of anointing. Rejoice in the Lord. എല്ലാവരും ദൈവസ്നേഹത്താൽ നിറയട്ടെ. All be filled with the love of God. നിങ്ങൾ പ്രാപിക്കുന്ന ശക്തി ഉയർപ്പിന്റെ ശക്തിയാണ്. There's a power of resurrection which you have to receive. ഉയർപ്പിന്റെ ജീവനാണ്. There's a power of life. കർത്താവേ, ഈ ശക്തി എന്റെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ട്. Cry, oh Lord, send this power upon me. വിടുവിക്കുന്നവൻ നമ്മോട് കൂടെ ഉണ്ട്. The deliverer is with us. നിന്നെ അഭിഷേകത്തെ ശക്തിയാൽ നിറച്ച് അവിടെ കൊണ്ട് എത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Lord is willing to fill you with the power of anointing. He wants to take you to this abiding place. കർത്താവിന് സനി അനേക വാസസ്ഥലങ്ങളുണ്ട്. There are many mansions in the place of God. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പറയുമായിരുന്നു, If not, I would have told you. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. I go to prepare a place for you. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ Once a place is prepared, ഞാൻ ഇരിക്കുന്നിടത്ത് where I am, നിങ്ങൾ ഇരുത്തേണ്ടതിന് that you shall be. പിന്നെ വന്ന് നിങ്ങൾ എന്റെ അടിക്ക് ചേർത്തുള്ളൂ. I'll come again, gather you unto myself. എന്നെ ചേർക്കും. I'll be collected. എന്നെ ചേർക്കും. I'll be gathered. വിശ്വസിക്കുന്നവർ Those who believe. ആ കര ഉയർത്തിയാട്ടെ. Come on, lift your hands. എന്റെ കർത്താവ് എന്നെ ചേർക്കും. My God shall gather me. ദൈവമക്കളെ, നമുക്ക് ദൈവസ്നേഹത്താൽ നിറയാം. People of God, be filled with the love of ഒരു God. അഭിഷേക ശക്തി ഉണ്ടാകട്ടെ. May a power of anointing operate. അത്യന്ത ശക്തി ഉണ്ടാകട്ടെ. An exceeding power, walk here. പറന്ന് സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. An expense of flying and rejoicing, walk here. നീ അഭിഷേകത്താൽ നിറയുമ്പോൾ ശത്രു യുദ്ധത്തിനെ ഓടുകയാണ്. As a filled by the anointing, enemies flee away. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. യേശു മാറാത്തവൻ. Jesus is unchanging. യേശു മാറാത്തവൻ. Jesus is unchanging. മാറസിക്കട ഹാട്ടിക്കട ബഖാറ്റ് വൈഡർ ഇസിബദ ഹാറ്റ് ഡംദദായ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. ആമേൻ. ഇതല്ല ശക്തി. This is not the real power. ഉയർപ്പിന്റെ ശക്തി ഇതല്ല. This is not the power of resurrection. നീ ഇരിക്കുന്ന സ്ഥലമാർക്കമാർ കുടിക്കും. You will leave whereby you will forget your surrounding. തിളച്ചു മറിയുന്ന ഒരു വെള്ളത്തിനകത്ത് കുറച്ച് അരി വാരിയിട്ടാൽ അവിടെ അതിന് ആ കലത്തിന് അടിയിൽ ഇരിക്കാൻ കഴിയുമോ? Put a handful of rice in the boiling water. Can it restore under the bottom? ആ തിളച്ചു മറിയുന്ന വെള്ളത്തിനോടുകൂടെ അരി വാരിയിടുമ്പോൾ അത് ഇളകി മറിയും. In the boiling water, put a handful of rice that will be tossed. നീ തീക്കാത്തിരിക്കുകയാണ്. You are in a fire. ഒരു അഗ്നിയിരിക്കുകയാണ്. There is a fire brand. അഗ്നിയിൽ പ്രകാശിക്കട്ടെ. Power is igniting. അഗ്നിയിൽ ഉണരട്ടെ. Be quickened in the power. അഗ്നിയിൽ സന്തോഷിക്കാം. Rejoice in the fire. God. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Why did it become Saddam Dadakati Badahak? Unarivin. Come on, be quickened, be animated. Hallelujah. വീണ്ടും നിറയുവീൻ. Come on, be filled with the Spirit of God. ആത്മാവിൽ നിറയുവീൻ. Be filled in the Spirit.